ഹലോ എവരിവൺ, അബിസ്റ്റീൽ ഫർണിച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഷോപ്പിലെ റിവ്യൂ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിവ്യൂ അതൊന്നുമല്ല. നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടൊരു കാര്യം, പൊതുവായിട്ടുള്ളൊരു കാര്യമായിരുന്നു, നമുക്കൊരു ഷോപ്പിംഗ് വെബ്സൈറ്റ് വേണമെന്ന്. അത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത് ഞാൻ തന്നെ സെറ്റാക്കിയൊരു സൈറ്റിനെ കുറിച്ചാണ്. സൈറ്റിൻ്റെ ഫ്രണ്ട് ഹോം പേജാണിത്. നമുക്ക് അതിനെക്കുറിച്ച് അങ്ങോട്ട് പോകാം. അപ്പോൾ എല്ലാവരും പറഞ്ഞ രീതിക്ക് നമ്മളെല്ലാം ചെയ്തു. നമുക്കിതിനു മുമ്പൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, അത് പോയതിനാലാണ് നമ്മൾ പുതിയത് ഇച്ചിരി താമസമാണ്, എന്നാലും നമ്മളത് ചെയ്തു. അതിനെന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ പറയുക. നമുക്ക് ഈ വീഡിയോയിൽ നമുക്കിനി ഈ മുഴുവൻ കാണണം, എന്നാലേ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഒരു റിവ്യൂ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിനി വെബ്സൈറ്റിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളായിട്ടൊക്കെ കിടക്കാം. അപ്പം ഞാനിത് ഡെസ്ക്ടോപ്പിലാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്. ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഗൂഗിളിൻ്റെ നമുക്കിവിടെ abhisteeel.com അതാണ് സൈറ്റിൻ്റെ അഡ്രസ്സ്. പുതിയ സൈറ്റാണ്, abhisteeel.in അല്ല, abhisteeel.com. ശ്രദ്ധിച്ചോണം കേട്ടോ. .com അടിക്കുക. ഇവിടെ തന്നെ ഫസ്റ്റ് തന്നെ കാണാം അബിസ്റ്റീൽ ഫർണിച്ചർ സിൻസ് 2009. ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ പുതിയ വെബ്സൈറ്റ്. ഇത് കംപ്ലീറ്റ് ഞാൻ തന്നെയാണ് ഗൈസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം. നമുക്ക് എന്തെങ്കിലും ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ കമൻ്റായിട്ട് പറയാം. നമുക്ക് ജസ്റ്റ് ഓരോ പേജസുകളൊന്ന് പോകാം. ബെസ്റ്റ് ഇൻ ക്വാളിറ്റി, നമ്മളിവിടെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ, തൊട്ട് താഴെ നമുക്കിവിടെ ഫീച്ചേർഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എഡിഷൻസ്, അതുപോലെ തന്നെ ലൗഡ് ഡിസൈൻസ്, അങ്ങനെ കുറച്ച് ഡിസൈൻഡ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മുടെ ഫീച്ചേർഡ് പ്രൊഡക്റ്റാണ്. നമ്മുടെ ലാസ്റ്റ് വീക്കിൽസിൽ സെയിൽസിൻ്റെ കാറ്റഗറി എടുത്തിട്ടാണ് നമ്മളിത് ഇടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഡീറ്റെയിലിൻ്റെ കാര്യങ്ങളാണ്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിങ്ങിൻ്റെ പേജിലോട്ട് പോകും. അങ്ങോട്ട് നമുക്ക് പിന്നെ പോവാം. തൊട്ടടുത്ത് വരുന്നത് നമ്മുടെ ഗാലറിയാണ്, പ്രൊഡക്റ്റ് ഗാലറി. നമുക്ക് ഇങ്ങനെ മാറ്റാം. നമ്മുടെ മാക്സിമം പ്രൊഡക്റ്റിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ മാറ്റാം. അതുപോലെ തന്നെ താഴത്തെ ഡോട്ട്സ് ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പരമാവധി പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ സൈറ്റിൽ ഫുള്ള്. അതായത് ഇപ്പോൾ ഷോപ്പിംഗ് പേജിലായിട്ട് നമ്മൾ കിടക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫുള്ളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതൊരു ലിങ്ക്സ് അല്ല, നമ്മുടെ ഫീച്ചേർഡ് പ്രൊഡക്റ്റിൻ്റെ കുറച്ച് കാറ്റഗറീസാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കസ്റ്റമറിൻ്റെ റിവ്യൂസ്. ഇത് നമ്മൾ ഓരോ മീഡിയാസ് വഴി എടുത്തതാണ്. ഇത് ഒരു പവിത്രൻ, അതുപോലെ തന്നെ പ്രണവ് പി, യോഷിത എന്നീ 3 പേരുടെ കുറച്ച് പേരൂടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ എല്ലാം നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളിവിടെ ഒരു വാട്സപ്പ് ബട്ടൺ കാണാമല്ലേ. ഈ വാട്സപ്പ് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുള്ളവർക്ക് ഇതുവഴി ഓപ്പൺ ചാറ്റ് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് വാട്സപ്പ് വെബിൻ്റെ പേജിലായിട്ട് പോകും. ഇവിടെ നമ്മൾ വാട്സപ്പ് വെബ് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ലോഗിൻ ടു ഒന്നും കാണിക്കൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഫോണിലാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഡയറക്റ്റ് നമ്മുടെ നമ്പറിലായിട്ട് ചാറ്റ് വരും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഡെസ്ക്ടോപ്പിലായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. അവിടെ ലോഗിൻ ചെയ്തുള്ളവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് ഫൂട്ടർ സെക്ഷനിൽ നമ്മുടെ സോഷ്യൽ മീഡിയാസ് ലിങ്ക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇവിടെ ലിങ്കുകളാണ്. ഇതും പേജസിൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് പക്കത്തായിട്ട് വരാം. അതിനുശേഷം മെനൂസിൻ്റെ ഇതിനകത്ത് ഓൾ പ്രൊഡക്ട്സിലായിട്ട് പോകാം. ഇവിടെ നമ്മുടെ ഷോപ്പിംഗ് പേജിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കയറാം. ഷോപ്പിംഗ് പേജിനകത്ത് നമുക്ക് ഇത് തന്നെ എടുക്കാം. റൗണ്ട് ടേബിളാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ആഡ് ടു കാർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ കാർട്ടിലായിട്ട് കയറിക്കോളും. ജസ്റ്റ് പിന്നെ ഇവിടെ നിന്ന് കയറുക, വേറെ ഒന്നുമില്ല. ഇവിടെ വ്യൂ കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർട്ടിൽ തന്നെയാണ് കിടക്കുന്നതെന്ന് കാണിക്കും. അതിനെക്കുറിച്ച് അത്രയാണ്. നിങ്ങളിപ്പോൾ എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. സാധാ ഷോപ്പിംഗ് സൈറ്റ് പോലെ തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷനും അക്കൗണ്ട് തുടങ്ങുന്ന കാര്യങ്ങളും വാച്ച് ടിൽ എൻ നമ്മളവിടെ കാണിക്കുന്നുണ്ട്. അതുതന്നെ ഇനി അബൌട്ട് സെക്ഷനെ കുറിച്ച് നമ്മുടെ ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇവിടെ നമ്മുടെ ഒരു ഓഫറിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ലിങ്ക്സ് അല്ല ഇതൊന്നും. ഇത് നമ്മുടെ ഫീച്ചേർഡ് പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങളാണ്, ലേറ്റസ്റ്റ് പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങളാണ്. ലേറ്റസ്റ്റ് പ്രൊഡക്റ്റായ വിൻഡോ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ഒരു സൈറ്റിൻ്റെ ഡിസൈൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എവിടെയും പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫുൾ ഇത് നമ്മുടെ മെയിൻ ഫീച്ചേഴ്സാണ് ഇവിടെ പറയുന്നത്. പ്രീമിയം ഡിസൈൻസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബെസ്റ്റ് ഇൻ ക്വാളിറ്റി, അത് നിങ്ങൾക്ക് അറിയാം ബെസ്റ്റ് ഇൻ ക്വാളിറ്റി ആണെന്ന്.
ബെസ്റ്റ് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എക്സ്പേർട്ട് ഇൻ ടീം. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഇത്രയും പറയാനുള്ളൂ. ഇനി അടുത്ത അബൌട്ട് അസ് പേജാണ് നമ്മളെക്കുറിച്ചുള്ള പേജാണ്. ഇവിടെ കോൺടാക്ട്, നമ്മളെ ഡീൽ ചെയ്യാനുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് നമുക്ക് ഇതുവഴി നമുക്ക് മീറ്റ് ചെയ്യാം. ആസ്ക് യുവർ ക്വയറീസ്. ഇവിടെ മാപ്പ്, ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് അല്ല കൊടുത്തിരിക്കുന്നത്, അത് നമ്മുടെ അഡ്രസ്സിൻ്റെ ഒരു ചിഹ്നമാണ്. ഇത് ലിങ്ക് അല്ല. ഇവിടെ നമുക്ക് അടുത്തായിട്ട് വരുന്ന മെയിൽ, അടുത്തായിട്ട് ഫോൺ നമ്പർ, നമ്മുടെ 3 ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴത്തായിട്ട് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് നമ്മളുമായിട്ടൊന്ന് ഒരു മെയിൽ അയക്കണം, അല്ലെങ്കിൽ നമ്മളുമായിട്ടൊരു മെസ്സേജ് അയക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇവിടെ പേരടിക്കുക, നിങ്ങളുടെ പേര്, തൊട്ട് താഴെ സബ്ജക്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അടിക്കുക. അത് കഴിഞ്ഞാൽ തീർന്ന ആ ഒരു സെക്ഷൻ അത്രേ ഉള്ളൂ. നമ്മളപ്പോൾ നമുക്ക് പറ്റാവുന്നത്ര ലെസ് ടൈം അതിനുള്ളിൽ നമ്മൾ തിരിച്ച് ഒരു മെസ്സേജ് അയക്കും. ഇത് ഇമെയിൽ വഴിയാണ് പോകുന്നത്. തൊട്ടടുത്ത് നമ്മുടെ മാപ്പാണ് കാണിക്കുന്നത്. മാപ്പിൽ നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് നോക്കാം. ഇനി ഇവിടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളിങ്ങനെ നമ്മുടെ മെയിൽ നെയിം പേരടിക്കുക. പേര് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ടിൽ എൻ്റെ വരെ കാണുക. ഇമെയിൽ അടിക്കുക, സബ്മിറ്റ് എടുക്കുക. ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ആയിക്കോളും. ഓക്കെ, പിന്നെ ഫോട്ടോ സെക്ഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയാസ് ലിങ്ക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അടുത്ത യൂട്യൂബ് സെക്ഷനിലായിട്ട് വരുമ്പോൾ നമ്മുടെ യൂട്യൂബിന് വേണ്ടി മാത്രം തുടങ്ങിയൊരു പേജാണ്. ഇത് നമ്മുടെ ഏറ്റവും അവസാനത്തെ ഇൻട്രോ എല്ലാവരും പറഞ്ഞിരുന്നു കൊള്ളാമെന്ന്. എന്നോട് അടുത്തും ചോദിച്ചിരുന്നു, ഇൻട്രോ നൈസായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഈ വീഡിയോ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ആദ്യത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എല്ലാവരും കാണുക, ലൈക്ക് അടിക്കുക. ഇവിടെ നിന്ന് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലായിട്ട് ഡയറക്റ്റ് വിട്ടോളും. പിന്നെ അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ലൈക്ക് അടിക്കാം. ജസ്റ്റ് ഇവിടെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഡയറക്റ്റ് ബട്ടൺ, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയുള്ള റിസൻറ്റ് വീഡിയോസ്, ആ സ്ഥലത്തെ പോലെ വീഡിയോസ്, ടോപ്പ് വീഡിയോസ് വന്നിട്ടുണ്ട്. സെലിബ്രേഷൻസ്, നമ്മുടെ ആഘോഷങ്ങൾ നമുക്കിനി 700-ൻ്റെ കൂടെ ഇവിടെ വരുത്തണം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എല്ലാ ഒരു വീഡിയോസും ഇവിടെ ആഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, എല്ലാ കാറ്റഗറീസും കൂടെ വരുമ്പോൾ നമുക്ക് അത് അത്രയും ഒരു സെക്ഷൻസ് തിരിക്കാനും ആ ഒരു ബുദ്ധിമുട്ട്, പേജിലൂടെ ഒരു അടുക്കും ചിട്ടയില്ലാതായി പോകും. അതുകൊണ്ടാണ് നമ്മൾ അത്രയും കൊടുക്കാതിരുന്നത്. അതിനുവേണ്ടിയാണ് ഇവിടെ ഈ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് യൂട്യൂബിൻ്റെ വീഡിയോ സെക്ഷനിലായിട്ട് വിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് എല്ലാ സാധനവും കിട്ടും. നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസിൻ്റെ ഇത് കിട്ടും. ഇവിടെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടണുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. ഇനി അക്കൗണ്ട് സെക്ഷനാണ്. അക്കൗണ്ട് സെക്ഷനിൽ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെക്ഷൻ അല്ലെങ്കിൽ ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളിത് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇവിടെ ഞാൻ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് വേണമെങ്കിൽ അത് ചെയ്യുക. ഇപ്പോൾ യൂസറിനെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാത്തവരുടെ കാര്യം നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ പേരിൽ തന്നെ ഒരെണ്ണം രജിസ്റ്റർ ചെയ്യുക. ഞാനിവിടെ ഒരു ഇമെയിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകുകയാണ്. ഞാനിവിടെ പാസ്വേഡ് അടിച്ചപ്പോൾ സ്ട്രോങ് പാസ്വേഡാണെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം രജിസ്റ്റർ എന്ന് കൊടുക്കുക. രജിസ്റ്റർ ആകും. നിങ്ങളിവിടെ ഉപയോഗിക്കാത്തൊരു പുതിയ ഇമെയിൽ ആണെങ്കിൽ മാത്രം. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ ഇവിടെ കാണിക്കും. ഇങ്ങനെ കാണിക്കും, അനദർ അക്കൗണ്ട് ഈസ് ഓൾറെഡി രജിസ്റ്റേർഡ് വിത്ത് യുവർ ഇമെയിൽ. അപ്പോൾ അങ്ങനെ കാണിക്കും. യെസ്, നമ്മൾ ലോഗിനായി. ഇവിടെ യൂസർ നെയിമാണ് കാണിക്കുന്നത്, അഭിമന്യു. ഓക്കെ, നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഇനി നമുക്ക് പേയ്മെൻറ്റ് സെക്ഷനിലോട്ട് വരാം. ഇതിപ്പോൾ ഞാൻ അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിരുന്നു. ഇപ്പോൾ നമുക്കിത് ഇവിടെ ഞാൻ നേരത്തെ നോക്കിയിട്ടിരുന്നു. ഇത് കണ്ട ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിരുന്നു. നമുക്കിവിടെ 0 ആക്കി അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാർട്ട് ഈസ് അപ്ഡേറ്റഡ്, യുവർ കാർട്ട് ഈസ് എംപ്റ്റി. അങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു ടെസ്റ്റ് പ്രൊഡക്റ്റ് ഇട്ടത്. അത് നമുക്ക് നോക്കാം. ടെസ്റ്റ് പ്രൊഡക്റ്റിലായിട്ട് വന്ന് ആഡ് ടു കാർട്ട്. വീഡിയോ ലെങ്ത് ആകുന്ന കാര്യം വേറൊന്നുമല്ല, എല്ലാ ഫീച്ചേഴ്സും ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം കാണിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. പ്രൊസീഡ് ടു ചെക്കൗട്ട് പേജിലായിട്ട് വന്ന് നിങ്ങൾ ഇവിടെ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു ഒരു എല്ലാ അഡ്രസ്സെല്ലാം വെച്ച് കൊടുത്തു. പക്ഷേ ഇവിടെ കൂപ്പൺ കോഡ് വീഡിയോ ടിൽ എൻ്റെ വരെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൂപ്പൺ കോഡ് ഞാൻ തരും. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ളൊരു കൂപ്പൺ കോഡാണ്. ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ പ്ലേസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സ് എല്ലാം ഫിനിഷ് ആകുക കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ പേ പ്രൊവൈഡ് ചെയ്യുന്നൊരു പേയ്മെൻറ്റ്
ചെക്കൗട്ട് പേജാണിത്. ഇതിപ്പോൾ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവരുടെ ഒരു ചെക്കൗട്ട് പേജിലായിട്ട് വിട്ടോളും. അത് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ 5 രൂപയുടെ പ്രൊഡക്റ്റാണ് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് UPI വെച്ച് പേ ചെയ്യാം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, വാലറ്റ്, പേ ലേറ്റർ, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് UPI QR കോഡ് കൊടുക്കാം. ഇവിടെ UPI വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ UPI ID കൊടുക്കാം, അല്ലെങ്കിൽ ഷോ QR കോഡ് കൊടുക്കുക. ഇവിടെ ജനറേറ്റിംഗ് QR കോഡ്, ഇവിടെ നമുക്ക് വേണ്ടി ഒരു QR കോഡ് അവർ ചെയ്തിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്താൽ മാത്രം മതി. നിങ്ങളിപ്പോൾ ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കണമെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെക്കൗട്ട് ആയിക്കോളും. വേറെ പ്രോസസ്സ് ഒന്നുമില്ല. നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഏതാണെന്നോ അത് വെച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഇത്. ഇങ്ങനെയാണ് പേ ചെയ്തിട്ട് ഞാനിവിടെ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുവാണ്. കേസ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൂപ്പൺ കോഡിൻ്റെ കാര്യം, നിങ്ങൾ കാർട്ടിലായിട്ടൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ ഏറ്റവും കൂടിയ തന്നെ ആഡ് ചെയ്യാം. ആഡ് ടു കാർട്ട് 16,000 രൂപയുടെ കബോർഡ് 42 ആണ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഇമേജസ് സൂം ചെയ്ത് കാണാം. ആഡ് ടു കാർട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഇപ്പോൾ 2 കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇവിടെ ഇങ്ങനെ എന്നിട്ട് അപ്ഡേറ്റ് കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് നിങ്ങളെ വരും. ഇവിടെ അപ്ലൈ കൂപ്പൺ കോഡ് നിങ്ങൾക്ക് പറഞ്ഞതുമാണ് AB01. അതാണ് കൂപ്പൺ കോഡ്. എല്ലാവർക്കും ഒരേ വട്ടം ഉപയോഗിക്കാം. നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇവിടെ കാണാം. ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞു. പ്രൊസീഡ് ടു ചെക്കൗട്ട് അടിച്ചു കഴിഞ്ഞാൽ അത്രയും രൂപ മാത്രം അടച്ചാൽ മതി. ഇതിപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ അടിക്കാൻ ശ്രമിക്കുകയാണ്, അത് മാത്രമേ പോകുള്ളൂ, വേറെ ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഡിസ്കൗണ്ട് കണ്ടല്ല, എല്ലാവരും ട്രൈ ചെയ്യുക. എത്ര വേണം ട്രൈ ചെയ്യുക. ലിമിറ്റഡ് ടൈമാണ്, കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയും നേരം കണ്ട് നിന്നവർക്ക്, അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു തോന്നലുണ്ടാകും, നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ, നമ്മൾ ചെയ്ത പോലത്തെ ഒരു വെബ്സൈറ്റ് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ തന്നെയാണ് എൻ്റെ ഈ വെബ്സൈറ്റ്, നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഞാൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ കോൺടാക്ട് നമ്പറുണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ ഒന്ന് മീറ്റ് ചെയ്താൽ മതി. വളരെ ചീപ്പ് റേറ്റ്, ഏറ്റവും താഴ്ന്ന റേറ്റിൽ നമ്മളത് ചെയ്തു തരാൻ പറ്റും. മാക്സിമം മെയിൻ്റനൻസും നമ്മൾ ഫുൾ മെയിൻ്റനൻസ് നമ്മൾ തന്നെ നോക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ സൈറ്റ് നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ഞങ്ങളുടെ സൈറ്റിനെ കൊടുക്കുക. നിങ്ങൾക്ക് വേണേൽ ആ ഒരു ഡിസൈൻസൊക്കെ നോക്കാം. അപ്പോൾ എന്നെ വിശ്വസിക്കുന്നവർക്ക് എൻ്റെ അടുത്തായിട്ട് വരാം. അടിയിൽ കോൺടാക്റ്റസ് എന്ന് പറഞ്ഞ പേജിലും നമ്മുടെ നമ്പറുണ്ട്. അതുപോട്ടെ, കോൺടാക്റ്റസ് അല്ല, ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറുണ്ട്, ഫോൺ നമ്പറുണ്ട്, 2 നമ്പർ ഉണ്ടാകും. അല്ലെങ്കിൽ ഏതെങ്കിലും വിളിച്ചാലും നമ്മൾ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. വീഡിയോ ഇത്ര നേരം കണ്ടിരുന്നവർക്ക് കൂപ്പൺ കോഡ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിരുന്നവർക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.